ഈ കഠിനമായ ചൂടുള്ള സമയത്തൊക്കെ ഈ ചൂട് കൊണ്ട് നമ്മളിങ്ങനെ ഇടങ്ങാറാവുമ്പോൾ ഒന്ന് ബാത്റൂമിൽ കയറി ഒരു ബക്കറ്റ് വെള്ളം പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കുറച്ചേരത്തേക്കുള്ള ഒരു സമാധാനം സന്തോഷമൊക്കെ നമുക്കുണ്ടല്ലോ. ശരിക്കും അള്ളാഹുവിൻ്റെ റസൂൽ അതിന് അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞില്ലേ, ആ നദിയെക്കുറിച്ച് ആഴവും പരപ്പൊക്കെ ഉള്ള നദിയിൽ ഇറങ്ങിയിട്ട് 5 നേരം കുളിക്കുകയാണെങ്കിൽ വല്ല അഴുക്കും ഉണ്ടാവും. കാരണം മനസ്സിനെങ്ങനെ ശുദ്ധീകരിക്കണം. ഈ കുറ്റബോധം കൊണ്ട് വിഷമിച്ച് ജീവിക്കണം നമ്മളൊക്കെ. അപ്പോഴിപ്പോഴൊക്കെ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇടങ്ങേറായി, അതെന്താവോ, എന്ത് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഈ മനസാക്ഷി കുത്തില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. ഇതൊക്കെ നിസ്കാരം കൊണ്ട് തീരുന്ന വേണം. നിസ്കരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മനുഷ്യനിൽ നിന്ന് എന്ത് ചെയ്യും, ആ പാപങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് കൊഴിഞ്ഞു പോകുന്നതാണ്. ഒലെടുത്താൽ പോകുന്നതാണ്. ഒലെടുക്കുന്ന സമയത്ത് മനുഷ്യൻ ശരിയായി ഒലെടുത്താൽ ചെയ്യും, നിസ്കരിച്ചാൽ നമുക്ക് പോകും. അപ്പോൾ തെറ്റുകളൊക്കെ പുറത്തു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാ പറയുന്നത്. മാത്രമല്ല നമ്മളിങ്ങനെ എഡങ്കേറാകുന്നുണ്ടല്ലോ നമ്മളെ നിയന്ത്രിക്കാൻ. അതൊക്കെ നിസ്കാരം നിയന്ത്രിച്ചോളൂ. ഇന്ന സ്വലാത്ത് തൻഖാനിൽ ഫഹ്ശായ് വൽ മുങ്കർ, തിന്മകളിൽ നിന്നൊക്കെ ഒരു കൺട്രോള് നിസ്കരിക്കണമെന്ന് കിട്ടും. ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്തുവാണെന്ന് അറിയോ, ഞാൻ ഈ പറഞ്ഞ മാതിരി ആസ്വാദകരമായ നിസ്കാരമാവണം. കടമക്കും വിഷമിച്ചു, അപ്പോൾ ലോഹർ കഴിഞ്ഞപ്പോൾ അസറായോ, അസർ കഴിഞ്ഞപ്പോൾ മഹരിബായോ എന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ആലോചിക്കുന്ന ഒരാൾക്ക് നിസ്കാരത്തെക്കുറിച്ച് എന്താ ആസ്വാദനം ഉള്ളത്? ആ ആസ്വദിച്ച് നിസ്കരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മുടെ ഹൃദയത്തെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്.